നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വവും അനുഗ്രഹ കാരണവുമായ സാബത്ത് ആചരണത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ദൈവമായ കർത്താവ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഉൽപ്പത്തി 2:2-3 വാക്യങ്ങൾ. പുറപ്പാട് 20:8 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് മോശയിലൂടെ അരുളി ചെയ്തു, സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. പുറപ്പാട് 20:8-11 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധമാക്കി അഥവാ വിശുദ്ധീകരിച്ചു എന്നതിന്റെ അർത്ഥം ദൈവത്തിനായി വേർതിരിച്ചു പ്രതിഷ്ഠിച്ചു എന്നാണ്. അത് ഈ ദിനത്തിൽ മറ്റു ജോലികളിൽ നിന്നൊഴിഞ്ഞ് ദൈവം ചെയ്ത രക്ഷാകൃത്യങ്ങൾ ഓർത്ത് അവ ധ്യാനിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തോടൊത്ത് വിശ്രമിച്ച് അനശ്വരതയുടെ ആത്മനിർവൃതി ഇഹത്തിൽ അനുഭവിക്കുന്നതിനും വേണ്ടിയാണ്. ഈ സാബത്ത് വിശ്രമം ദൈവത്തോടൊത്തുള്ള നമ്മുടെ നിത്യവിശ്രമത്തിന്റെ മുൻ ആസ്വാദനമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-3 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. തന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അനുസരണക്കേട് മൂലം അധപ്പതിക്കാതിരിക്കുന്നതിന് നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. ഇവിടെ എന്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ ധിക്കരിച്ചവരാരും വാഗ്ദത്ത ഭൂമിയിലെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് കർത്താവ് ശപഥപൂർവ്വം മുന്നറിയിക്കുന്നതിനെയാണ്. അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. ഇത് നമ്മെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മെ സംബന്ധിച്ച് കർത്തൃദിനമായ ഞായറാഴ്ചയാണ് സാബത്ത്. നമ്മുടെ നിത്യവിശ്രമത്തിന്റെ മുന്നാസ്വാദനമായ സാബത്ത് വിശുദ്ധമായി ആചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ നാം സദാ ഉത്സുകരായിരിക്കുകയും ചെയ്യണം. നമ്മുടെ ഞായറാഴ്ച ആചരണം വെറുമൊരു ചടങ്ങായി മാറാതിരിക്കാനും ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളും കർത്താവിനെ കൂടുതൽ അടുത്തറിയുന്നതിനും അവിടുത്തെ അർത്ഥപൂർണമായി ആരാധിക്കുന്നതിനുമുള്ള അവസരങ്ങളാക്കി മാറ്റാം നമുക്ക്. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.